നടക്കുന്നത്. All of you are welcome to another episode of Bite, Watch, Repeat. പണ്ട് കൈരളി ചാനലിൽ ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കൈരളി ചാനൽ അവാർഡ് കൊടുത്തു. എന്തോ ഒരു മൊമെൻ്റ് കൊടുത്തു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പണ്ടപ്പോൾ നടന്നതാണ്. കുറേ വർഷം, 4 വർഷമായി തോന്നുന്നു, 4-5 വർഷമായി തോന്നുന്നു അത് നടന്നിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും നമ്മളെ ഫൈനൽ റിസൾട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഈ അപ്രീഷിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച് നല്ല നിലയിലെത്തുന്നതെന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനീഷ്യലായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും പണിയെടുക്കുന്നുണ്ടാകാം. പക്ഷേ നമുക്കൊരു സ്റ്റേജ് വരാണ്ട് പോലെ, അത് ഏത് സ്റ്റേജാണെന്ന് അറിയോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഒരവസ്ഥ വരാറുണ്ട്. ആ അവസ്ഥയിലാണ് എല്ലാവരും ഫൈനൽ സ്റ്റേജിൽ രക്ഷപ്പെടുന്നത്. അല്ലാണ്ട് ഈ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ജോലിയല്ലേ. അതല്ല സംഭവം. അത് ടോട്ടലി അതല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു സ്റ്റേജ് വരും. ഇപ്പോൾ ഏത് കേസിലായാലും അതങ്ങനെ തന്നെയാണ്. അതിപ്പോൾ വെദർ ഇറ്റ് ഈസ് സ്റ്റഡീസിലായിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, വെദർ യു വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, വെദർ യു വാണ്ട് ടു ബിക്കം എ ബിസിനസ് മാൻ, പൊളിറ്റീഷ്യൻ, എന്ത് കേസായാലും അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. ആൻഡ് അവർ ഭയങ്കര പഠിപ്പിച്ചിട്ടുമായിരിക്കും. ആൻഡ് ഇതെൻ്റെ മാത്രം ചിന്തയാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റും ജനറലൈസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, പക്ഷേ എത്ര വല്ല പഠിപ്പിച്ചിട്ടും എത്ര വല്ല പഠിപ്പിച്ചിട്ടായാലും നമ്മൾ അക്കാഡമിക്സിലായിക്കോട്ടെ, നമ്മളൊരു കരിയർ ആയിക്കോട്ടെ, കരിയറിൽ സ്ട്രഗിൾ ചെയ്യാത്ത ഒരാൾക്കാരും സ്വന്തം കരിയറിൽ സ്ട്രഗിൾ ചെയ്യാത്ത ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. ഈ ചാനലിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ഈ ചാനൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ പോഡ്കാസ്റ്റ് ചാനലിലും കാണുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളങ്ങനത്തെ ചാനലിലും പോയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും എത്തിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു യൂട്യൂബർ വേറൊരു യൂട്യൂബറിനെ വെച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സെലിബ്രിറ്റി വേറൊരു സെലിബ്രിറ്റിനെ വെച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. പക്ഷേ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും. ആൻഡ് ഇങ്ങനത്തെ ഒരാൾക്കാരെയും ആരും പോഡ്കാസ്റ്റിലേക്ക് ക്ഷണിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടില്ലേ, മേ ബി അത് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ആൻഡ് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, കോമൺ ആയിട്ടുള്ള ആൾക്കാർ വെച്ചാൽ അധികം വലിയ ഫെയിമൊന്നും ഇല്ലാത്ത, അധികം എവിടെ അറിയപ്പെടാത്ത ആൾക്കാരെ വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള എയിം. ആൻഡ് ഈ ചാനലിൽ ആർക്കുവാണെങ്കിലും ഞാൻ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഞാൻ ആരോ ആണെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഈ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ രീതിയിൽ ഞാൻ നടത്തും. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആ കണ്ടൻറ്റ്, ആ പറയുന്ന കാര്യം റെലവൻ്റ് ഉണ്ടെങ്കിൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അതിന് സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആണെന്നോ അതിന് വലിയ എന്താ പറയുക നേതാക്കളാണെന്നോ ആവശ്യമില്ല. പറയുന്ന ആരായിക്കോട്ടെ, കോമൺ പീപ്പിൾ ആരായിക്കോട്ടെ, എന്താ വെച്ചാൽ അധികം എന്താ പറയുക ഫെയിമേ ഇല്ലാത്ത ആവറേജ് ആയിട്ടുള്ള ആരായിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസ് എന്തായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത്
എന്തായിക്കോട്ടെ, അവർ പറയുന്ന കാര്യം റെലവൻസ് ഉണ്ടെങ്കിൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അതുതന്നെയാണ് എൻ്റെ മെയിൻ എയിം. അതുതന്നെയാണ്. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മീൻ ഞാൻ ഭാവിയിൽ ഒരാളെയും ഫെയിമുള്ള ഒരാളെയും ഞാൻ ചെയ്യൂല എന്നല്ല, അവരെയും ചെയ്യും. പക്ഷേ മോസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ മോസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, എവിടെയും ഇതുവരെ ആരും അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ, എന്താ പറയുക, വിഷമങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഈ വീട്ടിലുള്ള പ്രാരാബ്ദം, സങ്കടങ്ങൾ അതെല്ലാം ഉണ്ടാവും. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ അവർ എന്താ പറയുക, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാൽ പണ്ട് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പണ്ട് അമൃത ടി വിയിലെല്ലാം ഒരു ഷോ ഉണ്ടായിട്ടുണ്ട്, വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് കണ്ണീരും അങ്ങനത്തെ ആ ടൈപ്പല്ല. ഈ മെയിൻ എന്താ പോഡ്കാസ്റ്റ് തന്നെ. പക്ഷേ സാധാരണ പോഡ്കാസ്റ്റ് ആൾക്കാർ കാണുന്ന പോലെ സെലിബ്രിറ്റീസ് ഒന്നല്ല, കോമൺ ആയിട്ടുള്ള എന്താ പറയല്, കോളേജ് പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതോ അവർക്കും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റാം. പക്ഷേ എനിക്ക് എന്താ പറയല്, ഇനീഷ്യൽ ആൾക്കാർ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കോൺസെപ്റ്റ് എനിക്ക് ഓണാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് മാക്സിമം ആൾക്കാരേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഭാവിയിൽ എനിക്കിത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോണ്ടൻറ്റും പിന്നെന്താ പറയുക അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും പിന്നെന്താ പറയുക ഈ മൂവി റിവ്യൂസൊക്കെ ഉണ്ടാവും കേട്ടോ. മൂവി റിവ്യൂസ് എൻ്റെ ഒപ്പീനിയൻ ഒരു സിനിമ കണ്ടിട്ട്, അതിപ്പം പുതിയ മൂവി ആണെന്നില്ല, പഴയ മൂവീസ് അപ്പോൾ ചെറുപ്പത്തിൽ ചില സിനിമാസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്പത്തിൽ കണ്ട സമയത്ത് തോന്നാതിരുന്ന ചില കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സമയത്ത് തോന്നിയ കാര്യങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ തുടങ്ങല്ലേ.